ലോക്സഭയിൽ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധമുയർന്നു. SIR ചർച്ച എന്ന ആവശ്യമായിരുന്നു പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത്. ലോക്സഭ നിർത്തിവെച്ചു എന്ന വാർത്ത അവിടെ നിന്ന് വരുന്നുണ്ട്, ദില്ലിയിൽ നിന്ന് വരുന്നുണ്ട്. രാജ്യസഭയിലും പ്രതിപക്ഷ പ്രതിഷേധമുണ്ട്. SIR സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന ആവശ്യമാണ് ഇരു സഭകളിലും പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങിയ വിവരമാണ് ദില്ലിയിൽ നിന്ന് രാജ്യസഭയുമായി ബന്ധപ്പെട്ട് വന്നത്. SIR-നെ കുറിച്ച് സംസാരിക്കാൻ രാജ്യസഭാ അധ്യക്ഷൻ അനുവദിച്ചില്ല വി ശിവദാസൻ MP എന്നുള്ളതാണ്. വിഷ്ണു ചേരുന്നു. വിഷ്ണു, വേഗത്തിൽ ലോക്സഭ നിർത്തിവെച്ചു, രാജ്യസഭയിൽ പ്രതിഷേധം, ഇതാണോ അവസ്ഥ? തീർച്ചയായിട്ടും ഈ SIR-ൽ ഒരു ചർച്ച അനുവദിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത്. എന്തായാലും തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിവസവും പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ ലോക്സഭ 12 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. രാജ്യസഭയിലും ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്. അതേസമയം പ്രതിപക്ഷ MP-മാരെ ഇത്തരത്തിൽ SIR-മായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണ് രാജ്യസഭ അധ്യക്ഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ രാജ്യസഭയിൽ അതായത് രാജ്യസഭയിൽ ഈ അംഗങ്ങൾ സംസാരിക്കുമ്പോൾ, പ്രതിപക്ഷ അംഗങ്ങൾ സംസാരിക്കുമ്പോൾ SIR പരാമർശിക്കാൻ പാടില്ല, കഴിയില്ല എന്നുള്ളതാണോ അധ്യക്ഷന്റെ നിലപാട്, ഉപരാഷ്ട്രപതിയുടെ നിലപാട്, രാജ്യസഭാ അധ്യക്ഷന്റെ നിലപാട്? ചർച്ച തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഈ ഒരു സമയത്ത് പ്രതിപക്ഷ MP-മാർ അവരുടെ സബ്ജക്റ്റ് മാത്രം സംസാരിക്കണം. അതിനപ്പുറത്തേക്ക് ഈ ഒരു SIR-മായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിലേക്ക് പോകരുത് എന്ന് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് ശിവദാസൻ MP ഉൾപ്പെടെയുള്ളവർ SIR-മായി ബന്ധപ്പെട്ട സംസാരിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അതിന് അവസരം നൽകില്ല എന്ന് തന്നെയാണ് എന്തായാലും ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ കാണുന്ന ഇന്ന് രാവിലെ അതിശക്തമായ പ്രതിഷേധം പാർലമെന്റ് അംഗങ്ങളുടെ ഭാഗത്തുനിന്ന്, പാർലമെന്റിലെ പ്രതിപക്ഷ അംഗങ്ങളുടെ, രാജ്യസഭയിലെയും ലോക്സഭയിലെയും പ്രതിപക്ഷ അംഗങ്ങൾ ഇന്ന് സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് അതിശക്തമായ പ്രതിഷേധം പാർലമെന്റിന് പുറത്ത് അവതരിപ്പിച്ച ശേഷമാണ്, അറിയിച്ച ശേഷമാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലേക്കും പോയത്, ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും പോയത് എന്നതുകൂടിയുണ്ട്. SIR അതിനെതിരായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ യോജിച്ച ശബ്ദമാണ് നമ്മൾ ഇന്നിപ്പോൾ കണ്ടത്. ആ നിലയിൽ ഇപ്പോൾ 12 മണിവരെ, ഇപ്പോൾ വിഷ്ണു തലവൂർ പറഞ്ഞതുപോലെ ലോക്സഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുന്നു. രാജ്യസഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ SIR-മായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയാൻ ശ്രമിക്കുമ്പോൾ രാജ്യസഭാ അധ്യക്ഷൻ പ്രതിപക്ഷാംഗങ്ങളെ തടയുന്നു. ദില്ലിയിൽ നിന്നുള്ള ദേശീയതലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇതാണ്. പാർലമെന്റിന്റെ ഇരുസഭകളിലും അതിശക്തമായ SIR തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ബീഹാറിൽ ആരംഭിച്ച് 12ഓളം സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന, ഇപ്പോൾ സുപ്രീം കോടതിയിൽ അടക്കം ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഹർജികൾ നിൽക്കുന്ന ഏറ്റവും വലിയൊരു സാഹചര്യം, ദേശീയ സാഹചര്യം നിൽക്കുകയാണ്. അതിശക്തമായ വിമർശനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിനകത്ത് ഉന്നയിക്കുന്നു. പക്ഷേ അത് കേൾക്കാനും അത് ചർച്ച ചെയ്യാനും സർക്കാർ തയ്യാറാകുന്നില്ല എന്ന സാഹചര്യം. അതേ തുടർന്ന് ലോക്സഭ നിർത്തിവെക്കുന്നു. രാജ്യസഭയിൽ പ്രതിപക്ഷം ഇപ്പോഴും നടുത്തളത്തിലിറങ്ങി അവരുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. SIR സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ലോക്സഭയിലും രാജ്യസഭയിലും. അതിന്റെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു തലവൂരാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്.